ബിറ്റ്കോയിൻ്റെ സ്ഥാപകനായിട്ടുള്ള സത്തോഷി നക്കാമോട്ടോയും അതേപോലെ നമ്മൾ ഫുഡിൽ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സീസണിങ് പൗഡർ ആയിട്ടുള്ള അജിനോമോട്ടോയും തമ്മിൽ എന്താണ് ബന്ധം? അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അതിനു മുന്നേ എന്താണ് അജിനോമോട്ടോ? അജിനോമോട്ടോ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യുന്ന ഒരു സീസണിങ് പൗഡർ ആണെന്നായിരിക്കും പലരും വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യുന്നത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ഈ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ MSG നിർമ്മിക്കുന്ന കമ്പനിയുടെ പേരാണ് അജിനോമോട്ടോ എന്ന് പറയുന്നത്. 1800-കളിൽ തൊട്ട് തന്നെ ജപ്പാനീസ് ബേസ്ഡ് ആയിട്ടുള്ള ഈ അജിനോമോട്ടോ എന്ന് പറയുന്ന കമ്പനി മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റിനെ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നുണ്ട്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എല്ലാ ഫുഡ് പ്രോഡക്ട്സിലും നാച്ചുറലി തന്നെ അടങ്ങിയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ്. ഈ അമിനോ ആസിഡിനെ കൃത്രിമമായിട്ട് നിർമ്മിക്കുകയാണ് അജിനോമോട്ടോ എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നത്. ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളിലും മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അടങ്ങിയിട്ടുണ്ട്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കെയിൻ മൊളാസിസിൽ അല്ലെങ്കിൽ ചോളം അത്തരത്തിലുള്ള സംഭവങ്ങളെയൊക്കെ ഫെർമെൻറ്റൈസേഷൻ ചെയ്തിട്ട് 2-3 പ്രോസസ്സിലൂടെ കടത്തിവിടുന്ന സമയത്ത് അതൊരു വൈറ്റ് കളർ ക്രിസ്റ്റലായിട്ട് മാറും. ഇതിനാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് അജിനോമോട്ടോ എന്ന് പറയുന്ന കമ്പനി വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കുന്നത്. അജിനോമോട്ടോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നുള്ള അപഖ്യാതികളൊക്കെ വരാറുണ്ട്. പക്ഷേ മോഡറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി അത്തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിത്യേന യൂസ് ചെയ്യുന്ന ഉപ്പാണെന്നുണ്ടെങ്കിലും പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അമിതമായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ തന്നെ അജിനോമോട്ടോയും നമ്മൾ അമിതമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് പ്രോബ്ലം എന്നുണ്ടാവും എന്നുള്ളതിന് അപ്പുറത്തോട്ട് അതിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ കാര്യം വീഡിയോ ഒരു തവണ കൂടി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും.